ബിഗ് ബോസ് സീസൺ 7 പറ്റിയ ഏറ്റവും നല്ലൊരു മത്സരാർത്ഥി ആരാണ് എന്ന് ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ ഒരൊറ്റ പേരേ പറയത്തുള്ളൂ. അത് കട്ടപ്പ ശൈത്യയാണ്. ശൈത്യ ശരിക്കും പറഞ്ഞാൽ ശൈത്യ ഇങ്ങനൊരു ഒരു നെഗറ്റീവ് ഇമേജിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോൾ ശരിക്കും ഓക്കെ, ശൈത്യക്ക് എന്തായാലും ഒരു നെഗറ്റീവ് ഇമേജ് ഓൾറെഡി വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ശൈത്യ ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നും ഇല്ല എന്ന് കരുതുന്നതായിരിക്കാം. കാരണം വൈൽഡ് കാർഡ് എൻട്രീസ് വന്നപ്പോഴത്തേക്ക് ശൈത്യക്ക് കാര്യം മനസ്സിലായി, പുറത്ത് താൻ കട്ടപ്പയാണെന്ന് എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ട് എന്ന്. എന്നാൽ പിന്നെ അവിടെ തന്നെ ആ നനഞ്ഞിടം നന്നായിട്ട് അങ്ങ് കുഴിക്കാം എന്ന് കരുതിയിട്ട് തന്നെയാണ് ശൈത്യ അനുമോൾ ഇതുവരെ തന്നോട് പറഞ്ഞിട്ടുള്ളതിനകത്ത് പലതിനകത്തും പൊടിപ്പും തൊങ്ങലും ചേർത്ത് ശൈത്യ പറയാൻ തുടങ്ങി. ഇനി അങ്ങോട്ട് അനുമോൾക്ക് ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും ബിഗ് ബോസ് വീടിന് അകത്ത്. അപ്പം സംഭവം വേറൊന്നുമല്ല, ഈ ഒരു വൈൽഡ് കാർഡ് വന്നപ്പോഴത്തേക്കും അനുമോൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അനുമോൾക്ക് അറിയില്ലായിരുന്നു. ലാലേട്ടൻ ലാസ്റ്റ് ടൈം വന്ന് അനുമോളെ നന്നായിട്ട് ശകാരിച്ചപ്പോഴത്തേക്കും അനുമോൾക്ക് ഒരു പേടിയൊക്കെ വന്നു. അപ്പോഴും അനുമോൾ പറഞ്ഞത്, ഞാൻ നന്നായിട്ട് കോണ്ടന്റ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ, എന്നിട്ട് എന്ത് ബിഗ് ബോസ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് അനുമോൾ ആ പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, അനുമോൾ ഈ ചെയ്യുന്നതെല്ലാം കോണ്ടന്റിന് വേണ്ടിയിട്ടാണ്, സ്ക്രീൻ പ്രസൻസിന് വേണ്ടിയിട്ടാണ്. അനുമോൾ ഒരു ഡ്രാമ കളിക്കുകയാണ് എന്ന് അവിടം തൊട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം അത്രയും രഹസ്യമായിട്ട് ആദിലെടുത്ത് പറഞ്ഞത് അനുമോൾ കരുതിയില്ല ഇത് പുറത്തു വരും എന്നുള്ളത്. പിന്നെ ഒരു കാര്യം ഓർക്കുക, ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ സ്ക്രിപ്റ്റഡ് അല്ല, പക്ഷേ കംപ്ലീറ്റ്ലി എഡിറ്റഡ് ആണ്. ധന്യ മേരി വർഗീസ് എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പണ്ടുണ്ടായിരുന്ന ഒരു വ്യക്തി, സീരിയലിനകത്തും സിനിമയ്ക്കകത്തും ഒക്കെ ഉള്ള ഒരു താരമാണ്. അവരൊരു ഇന്റർവ്യൂവിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഡോക്ടർ റോബിൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അങ്ങനെയും പറയുന്നുണ്ട്, പക്ഷെ ഞാൻ കറക്റ്റായിട്ട് കേട്ടത് ധന്യ മേരി വർഗീസ് പറയുമ്പോഴാണ്. അതായത് ബിഗ് ബോസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എഡിറ്റഡ് ആണ്, സ്ക്രിപ്റ്റഡ് അല്ല, എഡിറ്റഡ് ആണ്. പക്ഷെ അതിനകത്ത് ഇപ്പൊ നമ്മളൊരു സീരിയൽ എങ്ങനെയാണ് ഈ പറയുന്ന ഒരു ഇൻഡസ്ട്രിയിൽ, ടെലിവിഷൻ ഇൻഡസ്ട്രി, ആ ഒരു ടെലിവിഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിലൂടെയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നതും പുറത്തു വരുന്നത്. അപ്പോൾ അതിന്റെ ഓഡിയൻസിന്റെ പൾസ് എന്താണെന്നുള്ളത് ബിഗ് ബോസിനകത്തും അറിയണമെങ്കിൽ ഒരു കഥയുണ്ടായിരിക്കും. ആ കഥയ്ക്കകത്ത് കുറെ അധികം സെന്റിമെന്റൽ ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടായിരിക്കും. ഫൈറ്റ് എന്നുള്ളതിലുപരി ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണങ്ങളും കുത്തിത്തിരിപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു വില്ലത്തി ഉണ്ടെങ്കിൽ അതാണ് വില്ലത്തിക്കാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പവർ ഉണ്ടാവുക. അതേപോലെ വില്ലത്തിയുടെ അടുത്ത് കുറെ കരഞ്ഞ് കഷ്ടപ്പെട്ട് കരച്ചിലിന്റെ ഇടയിൽ സ്ട്രഗിൾ ചെയ്ത് തിരിച്ചടിക്കുന്ന ഒരു നായിക ഉണ്ടായിരിക്കും. അതേ കണക്ക് കരഞ്ഞ് കഷ്ടപ്പെട്ട് ഇതേ കണക്കൊരു വലിയ മോഡേൺ വില്ലത്തിയെ തിരിച്ചടിക്കുന്ന ഒരു നായികയായിട്ടാണ് അനുമോൾ മാറിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ സീരിയലുകളും എടുത്ത് നോക്കുകയാണെങ്കിൽ സീരിയലിനകത്ത് കുറിയൊക്കെ തൊട്ട് നാടൻ ലുക്കിൽ വരുന്ന ഒരു നായിക കാണും, ഉറപ്പാണ്. സീരിയൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. അതേപോലെ അതിനകത്തുള്ള വില്ലത്തി, ഓപ്പോസിറ്റ് സൈഡ് വില്ലത്തിക്ക് കൊടുക്കുന്ന ഒരു ഐഡിയൽ വേഷം എന്ന് പറയുന്നത് ഒന്നുകിൽ ജീൻസും ടീഷർട്ടും, അല്ലെങ്കിൽ കുറച്ച് മുടിയൊക്കെ ഇങ്ങനെ സ്ട്രെയിറ്റ് ഒക്കെ ചെയ്ത് കുറച്ച് വലിയ കമ്മലൊക്കെ ഇട്ടും അല്ല ലിപ്സ്റ്റിക് ഒക്കെ വാരി തേച്ച് ഒരു ഭയങ്കര മോഡേൺ ലുക്കിലുള്ളത് സീരിയലിന്റെ വില്ലത്തിയാണ്. ഐഡിയലി അതാണ് സീരിയൽ വില്ലത്തി. ഇവിടെ ജിസേലാണ് വില്ലത്തി, ഇവിടെ നായികയാണ് ഇവിടുത്തെ അനുമോള്. ഇത് പ്രേക്ഷകർ കാണുമ്പോഴേ, പക്ഷേ പ്രേക്ഷകരുടെ ഇത് വേറൊരു കാര്യം, ബിഗ് ബോസ് സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പ്രേക്ഷകരുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ തന്നെ കാണിക്കും. പ്രേക്ഷകർ ആരെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് ബിഗ് ബോസിന് തന്നെ തീരുമാനിക്കാൻ പറ്റും. അതായത് ഈ കാണുന്ന പ്രേക്ഷകർ ഉറപ്പായിട്ട് അനുമോളെയാണ് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ബിഗ് ബോസിന് നന്നായിട്ട് അറിയാം. കാരണം ബിഗ് ബോസിൽ നായിക എന്ന് പറയുന്നത് ഇപ്പൊ അനുമോളാണ്. പക്ഷേ ഇതിന്റെ അകത്ത് ന്യായീകരണം എടുക്കുമ്പോൾ, ന്യായം അല്ലെങ്കിൽ ഈ പറയുന്ന അത് സംസാരിച്ച് വരുമ്പോൾ, വിശകലനം ചെയ്തു വരുമ്പോൾ ബിഗ് ബോസ് അവിടെ സത്യത്തിന്റെ ഒപ്പം അല്ലെങ്കിൽ ശരിക്കൊപ്പം നിന്നു എന്ന് പുറത്തെ പ്രേക്ഷകർ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, പകരം ബിഗ് ബോസ് ന്യായത്തിനൊപ്പം നിന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ ജിസേലിന്റെ ഭാഗത്താണ് ന്യായം. ജിസേലും ആരിനും ഒന്നും ചെയ്തില്ല. ഇവിടെ ഈ പറയുന്ന ബഹളം ഉണ്ടാക്കുന്നതും ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ തുടങ്ങി വെച്ചതും എല്ലാം അനുമോളാണ്. അപ്പോൾ നായികയായിട്ട് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന വ്യക്തി അവിടെ ബിഗ് ബോസിന്റെ കണ്ണിൽ തെറ്റുകാരിയാകുന്നുണ്ട്. അപ്പോഴത്തേക്കും ആ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ചർച്ചയാകുന്നുണ്ട്, ബിഗ് ബോസിന് റേറ്റിംഗ് കിട്ടുന്നുണ്ട്. ഈ ഒരു കാര്യം നന്നായിട്ട് ഓർത്തു വെച്ചേക്ക്. ഇത് ഞാൻ ഇതിന്റെ ഇടയിൽ കയറി പറഞ്ഞതാണ്. സത്യത്തിൽ ഞാൻ പറഞ്ഞു വന്നിരിക്കുന്നത് ശൈത്യയുടെ കാര്യമാണ്. ശൈത്യ അനുമോളെ കുറിച്ച് അവിടെ പലയിടത്തായിട്ട് ഒരുപാട് ഗൂഢാലോചനകൾ നടത്തുന്നുണ്ട്. പക്ഷെ അതിനകത്ത് എങ്ങനെയാണ് ശൈത്യ തെറ്റുകാരിയാകുന്നതെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഒരു ചാൻസും ഇല്ല, തെറ്റുകാരി ആവാൻ ചാൻസ് ഇല്ല. പക്ഷെ എങ്കിലും തെറ്റുകാരിയാകുന്നത് നമ്മൾ റിയൽ ലൈഫ് വെച്ച് നോക്കുമ്പോൾ ശൈത്യം കാണിക്കുന്ന ഒരു ഭയങ്കര മോശമായിപ്പോയി, അല്ലെ, ചതിയാണ്, പിന്നീന്ന് കുത്തിയതാണ് എന്ന് പറയാം. പക്ഷേ ശൈത്യ തുടക്കം ഇതേ തന്നെ കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ ആ ഒരു പ്രശ്നം വന്ന സമയത്ത് ലിപ്സ്റ്റിക് എടുത്തത് ആരെന്ന് ചോദിച്ചപ്പം എല്ലാവരും ഉണ്ടായിരുന്നു. ആദ്യം കൈപൊക്കുന്നത് ആദിലയാണ്. പക്ഷേ ശൈത്യ അതിന്റെ ഇടയിൽ കൂടെ ശൈത്യയും ഉപയോഗിച്ചു. പക്ഷെ ശൈത്യ പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞു ആയിരുന്നു ലാലേട്ട എന്ന് പറഞ്ഞ ആ ഒരു ദിവസം ഓർമ്മയുണ്ടോ? ആദ്യത്തെ ദിവസം
അതേപോലെ തന്നെ ശൈത്യ ആ എല്ലാവരെയും മൊണ്ണ എന്ന് വിളിച്ച സമയത്ത് ശൈത്യ പറയുന്നുണ്ടായിരുന്നു ഈ ഡ്രസ്സൊന്നും ഈ ജിസേലിന് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്, കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ആണുങ്ങളുടെയും മുഖത്തെ വിഷമം കണ്ടായിരുന്നോ? കാരണം ജിസേൽ ഡ്രസ്സ് ഇട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കി പറഞ്ഞിട്ടില്ല, പക്ഷെ ഇതണക്ക് ഒരു ആക്ഷൻ ശൈത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അന്ന് ജിസേലിന് തീരെ ശൈത്യക്ക് ഇഷ്ടമല്ലായിരുന്നു. അന്ന് ഈ പറയുന്ന അനുമോളുടെ കൂടെ കൂടി എല്ലാ കാര്യങ്ങളും ശൈത്യ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതെല്ലാം ശൈത്യ വിഴുങ്ങുവാണ്. എന്നിട്ട് ഇപ്പോൾ അന്ന് അനുമോള് പറഞ്ഞ പല കാര്യങ്ങളും ശൈത്യ ഇന്നെടുത്ത് ആയുധമാക്കി. അതാണ് ബിഗ് ബോസ്. ബിഗ് ബോസിൽ ശൈത്യ കാണിക്കേണ്ടത് തന്നെയാണ് ബിഗ് ബോസിൽ ശൈത്യ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ അനുമോൾക്കൊരു നല്ല പവർ കിട്ടിയിട്ടുണ്ട്. വൈൽഡ് കാർഡ് വന്നപ്പോൾ അനുമോളുടെ സപ്പോർട്ടിനെ കുറിച്ച് അവിടെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ആ സപ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശൈത്യക്ക് നന്നായിട്ട് കഴിയുമെങ്കിൽ അവിടെ എന്തായാലും ശൈത്യ സക്സസ് ആവുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും കണ്ടു നോക്കാം എവിടം വരെ പോകും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ തന്നെ സീരിയൽ ഗ്രാൻഡ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയിച്ചും വരാം. ബൈ.